നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ BSc വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകലാ സാഹിത്യം എന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള 2ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള പാഠഭാഗമാണ് നളചരിതം ആട്ടക്കഥ 1ാം ദിവസം. അതിലെ പദം 13 മുതൽ പദം 17 വരെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത്. ഈ നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് ഉണ്ണായി വാര്യരാണ്. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ണായി വാര്യർ ആരാണ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയുകയും നമുക്ക് നിവൃത്തിയുള്ളൂ. അദ്ദേഹം ഈ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിന് സമീപമുള്ള അകത്തൂട്ട് വാര്യത്താണ് ഉണ്ണായി വാര്യരുടെ ജനനം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം ഏകദേശം കൊല്ലവർഷം 915 977 മധ്യേ ആണെന്നും കരുതപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാർത്തിക തിരുനാളിന്റെയും അശ്വതി തിരുനാളിന്റെയും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ സമകാലീനായ ഒരു വ്യക്തിയായിരുന്നു കൂടെ ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഈ ഉണ്ണായി വാര്യർ വളരെ കാലം തിരുവനന്തപുരത്ത് രാജ ആശ്രിതനായിട്ട് ഈ കുഞ്ചൻ നമ്പ്യാരുടെ മറ്റും കൂട്ടുകെട്ടില് അവിടെ തിരുവനന്തപുരത്ത് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അദ്ദേഹം 61ാമത്തെ വയസ്സിൽ അന്തരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബം അതോടുകൂടെ അന്യം നിന്ന് പോവുകയും ചെയ്തു എന്നും കൂടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താണ്. ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. ഇതിനു പുറമെ ഗിരിജാ കല്യാണം, ഗീതാ പ്രബന്ധം ഒക്കെ ഈ ഉണ്ണായി വാര്യർ എഴുതിയെന്നും ആളുകൾ കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിന്റെ നളചരിതം ആട്ടക്കഥയിലെ 1ാം ദിവസത്തിലെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഈ നളചരിതം ആട്ടക്കഥ അതിലെ കഥ വളരെ ചുരുക്കത്തിൽ നമ്മൾ കാണുകയാണ്. ഈ നളചരിതം ആട്ടക്കഥ എടുത്തിരിക്കുന്നത് മഹാഭാരതം വനപർവം 57 മുതൽ 79 വരെയുള്ള ഭാഗത്താണ് നളചരിതം വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നളനും ദമയന്തിയും തമ്മിലുള്ള അനുരാഗവും അവരുടെ വിവാഹവും പിന്നീട് ചൂതുകളിയിലൂടെ അവർക്കെല്ലാം നഷ്ടപ്പെടുകയും വേർപിരിയുകയും പിന്നീട് ഒന്നായി തീരുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നളചരിതത്തിൽ പറയുന്നത്. ഈ നളൻ എന്ന് പറയുന്നത് നിഷിദ്ധ രാജ്യത്തെ വീരസേനന്റെ പുത്രനാണ് ഈ നളരാജാവ്. അതുപോലെ തന്നെ ദമയന്തി എന്ന് പറയുന്ന വ്യക്തി വിദർഭ രാജാവായ ഭീമന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ദമന മഹർഷി വരം നൽകി. ആ വരം വഴിയായിട്ട് 3 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടാകുകയാണ്. ദമൻ, ദാന്തൻ, ദമനൻ എന്നുള്ള 3 പുത്രന്മാരും അതുപോലെ തന്നെ ദമയന്തി എന്നുള്ള പുത്രിയും ഉണ്ടാകുകയാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും അതീവ സുന്ദരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു ദമയന്തി. ആ കാലഘട്ടത്തില് ഈ നളനെ പോലെ സുന്ദരനും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുമുള്ള ഒരു യുവാവും അതുപോലെ തന്നെ ദമയന്തിയെ പോലെ സുന്ദരിയായിട്ടുള്ള വേറൊരു കന്യകയും എവിടെയും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഗുണഗണങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും നളനും കേട്ടറിഞ്ഞു. നളന്റെ സൗന്ദര്യത്തെക്കുറിച്ചും സദ്ഗുണങ്ങളെക്കുറിച്ചൊക്കെ ദമയന്തി കേട്ടറിഞ്ഞു. അതുകൊണ്ട് ഈ കേട്ടറിവിൽ വെച്ച് തന്നെ അവര് പരസ്പരം അനുരാഗ വിവശരായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഒരു ദിവസം നളൻ ഇങ്ങനെ ദമയന്തിയെ കുറിച്ചുള്ള ചിന്തയില് ഈ ഉദ്യാനത്തിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവിടെ പൊന്നരയന്യങ്ങൾ വരികയാണ്. അപ്പൊ അതിലൊന്നിനെ നളൻ പെട്ടെന്ന് പിടികൂടാണ്. അപ്പൊ ആ അരയന്യം പറഞ്ഞു, എന്നെ കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ ദമയന്തിയുടെ അടുക്കൽ ചെന്ന് നിന്നെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് ഈ അരയന്യം പറയാണ്. അപ്പൊ നളൻ അത് കേട്ടപ്പം ഈ അരയന്യത്തെ വിടുകയാണ്. ഉടനെ തന്നെ ഈ അരയന്യങ്ങളെല്ലാം കൂടെ ചെന്നിട്ട് ദമയന്തിയുടെ അവിടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ദമയന്തി തോഴിമാരും ഒക്കെ ഉദ്യാനത്തിലുണ്ട്. ഉദ്യാനത്തിലെ ഈ പക്ഷികളിലെ ഈ അരയന്യങ്ങളെല്ലാം ചെന്നിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഈ അരയന്യങ്ങളെ പിടിക്കാൻ വേണ്ടി യത്നിച്ചപ്പം ഈ പതിയെ ദമയന്തിയെ ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ അരയന്നം, അതായത് നളന്റെ അടുക്കൽ സംസാരിച്ച അരയന്നം ദമയന്തിയുടെ അടുക്കല് ഈ നളനെ കുറിച്ചുള്ള വൃത്താന്തങ്ങൾ, നളനെ കുറിച്ചുള്ള വിവരങ്ങൾ, നളന്റെ സൗന്ദര്യത്തെക്കുറിച്ചും നളനെ ദമയന്തിയെ കുറിച്ചുള്ള ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ അറിയിക്കുകയും ചെയ്യാണ്. അങ്ങനെ ദമയന്തിയും കൂടുതൽ അനുരാഗം ഉണ്ടാകുകയാണ്. ദമയന്തിയുടെ ഉള്ളിലും ഈ നളനോടുള്ള അനുരാഗം ഉണ്ടാകുകയാണ്. അങ്ങനെ ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിക്കുകയാണ്. അപ്പൊ സ്വയംവരം നിശ്ചയിച്ചു കഴിഞ്ഞപ്പം നളൻ അതിലേക്ക് സ്വയംവരത്തിന് വേണ്ടി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവലോകത്ത് നിന്നും ഇന്ദ്രൻ, യമൻ, അഗ്നി, വരുണൻ ഇവരൊക്കെ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ട് സ്വയംവരത്തിലൂടെ തെരഞ്ഞെടുത്തത് നളനെയാണ്. നളനെ സ്വയംവരത്തിലൂടെ തെരഞ്ഞെടുത്ത് അവരെ വിവാഹിതരാകുന്നു. അങ്ങനെ നളന്റെ അന്തപുരത്തിലേക്ക് ഇവര് യാത്രയാകുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ സ്വയംവരത്തിന് ശേഷം ഇങ്ങനെ ദേവന്മാർ ഇന്ദ്രനും, യമനും, അഗ്നി, വരുണനും ഒക്കെ നളന ദമയന്തിമാരെ അനുഗ്രഹിച്ചിട്ട് അവര് ദേവലോകത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് കലിയും ദ്വാപരനും കൂടെ വരുന്ന കാണണം. അപ്പൊ കലിയോട് ചോദിച്ചപ്പോൾ പറയാണ്, ഇങ്ങനെ ദമയന്തിയുടെ വിവാഹത്തില് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നളനെ അനുഗ്രഹിച്ചിട്ടാ വരുന്നതെന്ന് പറയുമ്പോൾ കലി ശപഥം ചെയ്യാണ്, ഞാന് ഇവരെ രണ്ടുപേരെയും വേർപിരിക്കും, ഞാൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് രണ്ടുപേരെയും വേർപിരിക്കും എന്ന് ശപഥം ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ കലി ഈ ദ്വാപരന്റെ കൂടെ വന്നിട്ട് 12 വർഷം കാത്തിരിക്കുന്നുണ്ട് നളന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് നളനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനിടയിൽ നളന് ഇന്ദ്രസേന എന്ന പുത്രനുണ്ടാകുന്നുണ്ട്, ഇന്ദ്രസേന എന്നൊരു പുത്രിയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ
ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 12 വർഷം ഈ കലി കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം നളൻ കാല് കഴുകാതെ സന്ധ്യാവന്ദനം ചെയ്തിട്ട് ഒരു ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് സന്ധ്യാവന്ദനം ചെയ്ത സമയത്ത് നളന്റെ ഉള്ളിലേക്ക് കലി പ്രവേശിച്ചു. അങ്ങനെ നളനെ ഈ ചൂതുകളിക്ക് വേണ്ടിയിട്ട് നളന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരൻ വെല്ലുവിളിക്കുകയാണ്. പുഷ്കരനെ സ്വാധീനിക്കുന്നതും കലിയാണ്. കലി സ്വാധീനിച്ച് പുഷ്കരനെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുകയാണ്. അപ്പം ഈ കലി പ്രവേശിച്ചിട്ടുള്ള നളൻ ഇങ്ങനെ ഈ പുഷ്കരന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ ആ ചൂതുകളിയിൽ നളൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഏക വസ്ത്രത്തോടു കൂടെ തന്നെ ഈ നളനും ദമയന്തിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നു. അതിനിടയിൽ തന്നെ ദമയന്തി മക്കളെ രണ്ടുപേരെയും തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവര് കാട്ടിലെത്തുന്ന സമയത്ത് വിശന്നിട്ട് നളൻ ഒരു കൂട്ടം പക്ഷികൾ വരുന്ന കണ്ടപ്പം അരയന്യങ്ങൾ വരുന്ന കണ്ടപ്പോൾ തന്റെ വസ്ത്രം എടുത്തിട്ട് അതിനെ വീശി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അരയന്യങ്ങൾ വസ്ത്രം കുത്തി പറക്കുന്നുണ്ട്. അപ്പോൾ അരയന്യങ്ങൾ പറയുന്നുണ്ട്, ഇതും ഞങ്ങളെ കലി തന്നെയാണ്, അങ്ങനെ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കാനാണെന്നൊക്കെ ഈ അരയന്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ആ കാട്ടില് അവർ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നളൻ എഴുന്നേറ്റ് ദമയന്തിയുടെ വസ്ത്രത്തിന്റെ പകുതി കീറിയെടുത്ത് അത് ഉടുത്തിട്ട് നളൻ അവിടെ നിന്നും പോവുകയാണ്. ദമയന്തി ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പം ദമയന്തി ഉപേക്ഷിച്ച് നളൻ പോകാനുള്ള കാരണം സ്നേഹത്തിന് കുറവ് കൊണ്ടല്ല, ഒരുപക്ഷെ തന്റെ കൂടെ വന്നാൽ ദമയന്തിക്ക് കൂടുതൽ അപകടമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം താൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ദമയന്തി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നളൻ ദമയന്തി ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യാണ്. ദമയന്തി അവിടുന്ന് പിറ്റേന്ന് ഉണർന്ന് നളനെ കാണാതാവുമ്പോൾ ദമയന്തി അവിടെ അലഞ്ഞു തിരിയുന്ന സമയത്ത് ദമയന്തി ഒരു പെരുമ്പാമ്പ് പിടികൂടുന്നുണ്ട്. അപ്പോഴൊരു രാക്ഷസൻ ദമയന്തിയെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദമയന്തി ആ രാക്ഷസനെ ശപിച്ച് ഭസ്മമാക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വാണിജ്യ സംഘത്തിൽപ്പെട്ട ആളുകൾ ദമയന്തി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഒരു കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാണ്. അങ്ങനെ ചേതി രാജ്യത്ത് ദമയന്തി എത്തുന്നു. ദമയന്തി അവിടെ താമസിക്കുന്നു. പിന്നീട് ദമയന്തി തന്റെ കൊട്ടാരത്തിലേക്ക് ഭീമന്റെ അടുക്കലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നളൻ ഒരു കാർക്കോടകൻ എന്ന സർപ്പത്തിന്റെ ദംശനത്താൽ വിരൂപനായി തീരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നളൻ അയോധ്യയിലെത്തി അവിടെ ഋതുപർണന്റെ സാരഥിയായിട്ട് അവിടെ താമസിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇതിനിടയിലൊക്കെ ഈ ദമയന്തി തന്റെ തോഴിമാരെയൊക്കെ വിട്ടിട്ട് നളൻ എവിടെയുണ്ട് എന്ന് അന്വേഷിപ്പിക്കുന്നുണ്ട് തന്റെ കൊട്ടാരത്തിലും. അവസാനം ഇങ്ങനെ നളൻ ഇവിടെ അയോധ്യയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സ്വയംവരത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ സ്വയംവരത്തിന് വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഋതുപർണന്റെ കൂടെ ഈ നളനും അവിടെ കൊട്ടാരത്തിലേക്ക് ദമയന്തിയുടെ കൊട്ടാരത്തിലേക്ക് അവിടെ എത്തുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഋതുപർണം വരുമ്പോൾ അവിടെ സ്വയംവരത്തിൻ്റെതായ ഒന്നും കാണുന്നില്ല. പക്ഷെ നളനെ അവിടെ എത്തിക്കുക എന്നുള്ള തന്ത്രപൂർവ്വമായിട്ട് ചെയ്തൊരു സ്വയംവരമായിരുന്നു, ദമയന്തി ചെയ്തൊരു സ്വയംവരമായിരുന്നു അത്. അവിടെ നിന്നും ദമയന്തി നളനെ തിരിച്ചറിയുകയും നളന്റെ ഈ വൈരൂപ്യം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വൈരൂപ്യമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അവര് വീണ്ടും അവിടെ ഒന്നിക്കുകയാണ്. ഒന്നിച്ചതിന് ശേഷം അവരവിടെ താമസിക്കുന്നു. പിന്നീട് നളൻ തന്റെ രാജ്യത്തിലേക്ക് ചെന്നിട്ട് തന്റെ അനുജനെ ചൂതുകളിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താമെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ തന്റെ അനുജനായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ നളൻ അവിടെ ചെന്ന് തന്റെ രാജ്യം കൈവശപ്പെടുത്തി ചൂതുകളിയിലൂടെ തന്റെ അനുജനെ പരാജയപ്പെടുത്തി ആ രാജ്യവും എല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്ത് സന്തോഷത്തോടുകൂടെ വാഴുകയും ചെയ്തു. ഇതാണ് നളചരിതം ആട്ടക്കഥയുടെ ഏറ്റവും ചുരുക്കമായിട്ടുള്ള രൂപം. ഇതിലെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ 1-ാം ദിവസത്തിലെ ഒരു ഭാഗമാണ്. തുടർന്ന് നമുക്ക് ആ ഭാഗം കാണാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് നമ്മൾ പദം 13 കാണുന്നത് നളന്റെ അടുക്കൽ നിന്നും അരയന്നം ദമയന്തി അടുക്കൽ പോയി നളനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ആ അരയന്യങ്ങള് എല്ലാം കൂടെ ദമയന്തിയുടെ ഉദ്യാനത്തിൽ അവിടെ എത്തിച്ചേർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പദം 13. കണ്ടാലത്രയും കൗതുകമുണ്ടതിനെ പണ്ടു കണ്ടീര ഞാനേവം വിധം കേട്ടുമില്ല സ്വർണവർണ്ണം അരയന്നം മഞ്ജുനാഥം ഇത് നിർണയം എനിക്കിണങ്ങുമെന്ന് തോന്നും. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈക്കൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ നിങ്ങൾ ദൂരെ നിൽപ്പിൻ എന്തെങ്കിൽ ആരും വേണ്ട. ഇത് ദമയന്തി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദമയന്തി പറയണത് എത്രമാത്രം കൗതുകമുള്ള, കണ്ടാല് നല്ല മനോഹരമായിട്ടുള്ള കൗതുകമുള്ള ഒരു അരയന്യമാണത്. ഇതിനെപ്പോലെ ഒരു അരയന്യത്തെ ഞാൻ ഇതിനു മുമ്പ് കാണുകയോ ഇതിനേക്കാൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അരയന്യത്തെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതിന് നിറം എന്ന് പറയുന്നത് സ്വർണ്ണ നിറമുള്ള മനോഹരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ശബ്ദവുമുള്ള ഒരു അരയന്യമാണിത്. അപ്പൊ ഇതിനെനിക്ക് ഒത്തിരി അധികമായിട്ട് ഈ അരയന്യത്തെ എനിക്ക് ഇഷ്ടമായി. ഇത് കൈകൾ കൊണ്ട് എനിക്ക് അതിനെ തൊടുക പോലും ചെയ്യാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു സാധുവാണ്, ഒരു ക്രൂരനായിട്ടുള്ള ഒരു അരയന്നമല്ല. ഇതിനെ എനിക്ക് കിട്ടിയെങ്കിൽ വളരെ സന്തോഷമാകുമായിരുന്നു. അതുകൊണ്ട് തോഴിമാരെ നിങ്ങൾ ദൂരെ മാറി നിൽക്ക്, എൻ്റെ അടുത്ത് ആരും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പതിയെ ദമയന്തി തോഴിമാരെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമി തോന്നുമാറും അന്തം നടന്നു അധപദ ദമയന്തി മാളിമാരോട് വേറാ മധു പൊരുതരയന്ന പ്രൗഢനുചേ സഹാസം.
ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ ദമയന്തി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തൊട്ടടുത്ത് പെട്ടെന്ന് തന്നെ നടന്നു കഴിഞ്ഞാൽ ഈ അരയന്നത്തെ പിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ അരയന്നം പതിയെ പതിയെ ദമയന്തിയുടെ മുമ്പിൽ മുന്നോട്ട് നടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ ദമയന്തിയെ പതിയെ ഈ തോഴിമാരിൽ നിന്ന് വേർപെടുത്തി ദൂരേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ അരയന്ന ശ്രേഷ്ഠൻ, ഈ മനോഹരമായിട്ടുള്ള സ്വർണ്ണ നിറമുള്ള ഈ അരയന്നം ദമയന്തിയോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഹംസം പറയുന്ന കാര്യങ്ങളാണ്. അങ്കനമാർ മൗലേ ബാലേ ആശി എന്തതിത്തേ, എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാം എന്നെ, യൗവനം വന്നുദിച്ചിടും ചെറുതായില്ല ചെറുപ്പം, അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും, ചിലർ പഴിക്കും വഴിപിഴയ്ക്കും തവ നനയ്ക്കുമ്പോൾ, ബന്ധനം ചെയ്യേണ്ട നീ മാം ബന്ധുവത്രേ തവ ഞാൻ, സഖിമാരിൽ അധികം വിശ്വസിച്ചിടന്നെ, ജഗത്പതിയും രതിപതിയും തവ കൊതിയുമുള്ളൊരു പതിവരുമേ, നളനഗരെ വാഴുന്നു ഞാൻ നളിന ജന്മവജസ, നളിന മിഴിമാർക്കെല്ലാം നട പഠിപ്പാൻ മതലുളിതം മൃദുലളിതം ഗുണമിളിതം ഇതു കളിയല്ലേ. ഈ ഹംസം ഇങ്ങനെ ദമയന്തിയെ തോഴിമാരിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ദൂരേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഈ ഹംസം ദമയന്തിയോട് പറയാണ്, അതായത് സുന്ദരി അല്ലയോ സുന്ദരി, നിന്റെ ആഗ്രഹം, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? ഈ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന എന്നെ നീ എങ്ങനെ പിടിക്കാനാണ്? നീ ഇപ്പം പറഞ്ഞു നീ എന്നെ പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, എന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പിന്നാലെ വന്നത്. ഇപ്പൊ ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്ന എന്നെ നീ എങ്ങനെയാണ് പിടിക്കുക? ഇനി ഇങ്ങനെ അരയന്നത്തിന്റെ ഒക്കെ പുറകെ നീ ഓടിങ്ങനെ നടക്കാണ്. അപ്പൊ ഇത്രമാത്രം യൗവനപ്രായമായിട്ടും നിന്റെ കുട്ടിക്കളിയിൽ നിന്ന് നിനക്ക് മാറിയില്ലേ? അപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഈ അരയന്നത്തെ എന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് കണ്ടാൽ നിന്റെ ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അറിവുള്ളവർക്ക് നിന്നെ പരിഹസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലര് നിന്നെ കുറ്റം പറയുകയും ചെയ്യും. അത് നിനക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നീ ഓർക്കുക. ഇനി നീ എന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. കാരണം ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല, ഞാൻ നിന്റെ സുഹൃത്താണ്. നിന്റെ തോഴിമാരാണ് നിന്റെ കൂടെ, അവരെക്കാളും എന്നെ നിനക്ക് കൂടുതലായിട്ടും വിശ്വസിക്കാം എന്ന് ഹംസം ദമയന്തിയോട് പറയാണ്. വീണ്ടും ഹംസം ദമയന്തിയോട് പറയാണ്, ഇത് ലോകത്തിന്റെ മുഴുവനും ഭരിക്കുന്ന ഒരാളും അതുപോലെ തന്നെ കാമദേവനെ പോലെ വളരെ സുന്ദരനുമായിട്ടുള്ള ഒരാൾ നിന്റെ ആഗ്രഹം പോലെ നിന്റെ ഭർത്താവായിട്ട് വരും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് ലോകത്തിന്റെ മുഴുവൻ അധിപനായിട്ടുള്ള അതുപോലെ തന്നെ കാമദേവനെ പോലെ സുന്ദരനായിട്ടുള്ള നളന്റെ നഗരത്തിലാണ് ഞാൻ താമസിക്കുകയും ചെയ്യുന്നത് എന്ന് ഹംസം ദമയന്തിയോട് പറഞ്ഞു. ഇവിടെ ഹംസം ചെയ്യുന്നത് ഈ ദമയന്തിയെ പതുക്കെ തോഴിമാരുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് താൻ എന്തിനു വേണ്ടി വന്നുവെന്നും അതുപോലെ നളനെ കുറിച്ച് ദമയന്തിയുടെ അടുക്കൽ പറയുകയും ചെയ്തു. അതിനുശേഷം ദമയന്തിക്ക് നളനോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തന്ത്രപൂർവ്വം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഹംസം ശ്രമിക്കുകയും ചെയ്യാണ്. തുടർന്ന് ദമയന്തി പറയുന്ന കാര്യങ്ങളാണ്, ഭൈമി പറയുന്ന കാര്യങ്ങളാണ്. കണ്ടേൻ നികടെ നിന്നെ കളിവാക്ക് തവ കേട്ടേനെ, കഞ്ചഭവനരുടെ വാഹനമേ, കമ്രരൂപം അതിരമ്യ ചാടുവചനം, പ്രേക്ഷകനായത് കമലജനോ തവ നൈഷധപുരമോ പരമപദം, മധുരാകൃതേ ഗുണവാരിതേ ഗഗ സാർവഭൗമ ജയ നൗമി തേ ചരിതം, നളിനാസന വരവാഹന നീ മമ നള നൃപ ഗുണഗണ മോതുകെടോ, തവ വാചികം അഴൽ മോചക മമ കർണമാരജയ പുണ്യലേശയുധം, സന്തതമുള്ള മനോരഥവും പുനരിന്ന് ഭവാനോട് ഞാൻ പറയാം, തുണയാകിലോ ഗുരുകൃപ കുലാശയ ദീനയാം എനിക്ക് മാനനീയ ഗുണ. ദമയന്തി പറയാണ്, ഞാൻ നിന്നെ, ഇത് ഹംസത്തോട് പറയാണ്, ഞാൻ നിന്നെ നിന്റെ അടുത്ത് നിന്ന് കാണുകയും നിന്റെ കളിവാക്കുകൾ, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ നീ എന്താണ്, ബ്രഹ്മാവിന്റെ വാഹനമാണ് നീ. അപ്പൊ അതുപോലെ ബ്രഹ്മാവിന്റെ വാഹനമായ നിന്റെ ഈ മനോഹരമായിട്ടുള്ള രൂപവും നിന്റെ വാക്കുകളും, നീ മനോഹരമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ പറഞ്ഞതിന്റെ വാക്കുകളും ഒക്കെ എനിക്ക് ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള വാക്കുകളായിരുന്നു എന്നും കൂടെ ദമയന്തി പറയുകയാണ്. അതിനുശേഷം ദമയന്തി ഹംസത്തോട് ചോദിക്കുകയാണ്, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ബ്രഹ്മാവാണോ? അതുപോലെ തന്നെ നീ താമസിക്കുന്ന സ്ഥലം, നിന്റെ സ്ഥലം എന്ന് പറയുന്നത് നളന്റെ രാജ്യമായിട്ടുള്ള നൈഷധപുരമാണോ നിന്റെ നാട് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയാണ്, നീ നല്ല സുന്ദര രൂപമുള്ളതും നല്ല ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു അരയന്ന ശ്രേഷ്ഠനാണ് നീ. അപ്പൊ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഈ വന്നു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഈ ദമയന്തി ഈ അരയന്നത്തെ അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ദമയന്തി അരയന്നത്തോട് പറയാണ്, ബ്രഹ്മാവിന്റെ മനോഹരമായിട്ടുള്ള വാഹനമായിട്ടുള്ള നീ നളൻ എന്ന രാജാവിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നീ എന്നോട് വീണ്ടും വീണ്ടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പറയാണ്. അപ്പൊ അങ്ങനെ എന്റെ ദുഃഖം അകറ്റാൻ, മനസ്സിലെ വിഷമമൊക്കെ അകറ്റാൻ വേണ്ടി നിനക്ക് കഴിയും. ആ നളനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിലെ ദുഃഖവും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയും എന്ന് ദമയന്തി ഹംസത്തോട് പറഞ്ഞു. ഈ ഒത്തിരി ഗുണമുള്ള അതുപോലെ തന്നെ ദയൊക്കെയുള്ള നീ അതിനെക്കുറിച്ച്, നളനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം എന്നുകൂടെ ഈ ദമയന്തി ഹംസത്തോട്, അരയന്നത്തോട് പറയുകയും ചെയ്യാണ്.
പുത്തൻ തേൻമൊഴിമാർ കുലത്തിനരിയോരുത്തസമാം ഭൈമിതൻ ചിത്തം താനത പത്തിനഞ്ചവൻ അറിഞ്ഞിത്തം കൃശാംഗ്യഗിര അത്യന്തം ബദ മുഗ്ധയോടനുസരിച്ചെല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധന ഗഗവരൻ വൈദർഭിയോടുക്തവാൻ. ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ സുന്ദരിയായിട്ടുള്ള ഈ ദമയന്തിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ ഹംസം ഈ അരയനെ തിരിച്ചറിഞ്ഞു. അപ്പൊ അതിനുശേഷം അവളുടെ ഈ ദമയന്തിയുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഹംസം തുടർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതിനുശേഷം ഹംസം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ഈ ഹംസം പറയുന്ന കാര്യങ്ങളാണ്: പ്രീതി പൂണ്ടരുളുകയെ ചിന്തിതമെല്ലാം ഭീമ നൃപതി തനയെ വീതവിശങ്കം സഖിമാരിൽ ഒന്നും തന്നെ ഉറച്ചു നീ ലജ്ജാഭാരം കുറച്ചു നിരാകുലം കാതരമിഴിമാർ മൗലി മാലികേ തവ സോദരി നിനക്ക് ബാലികെ ഏതൊരു പുരുഷനുള്ളിൽ കൗതുകം പാരിൽ ആദരണീയം തസ്യ ജാതകം ഏണമിഴി പറവാൻ മടിക്കരുതേ നാണം കൊണ്ട് നീ ഏതും മറക്കരുതേ ഞാനുണ്ടതിന് തുണ തവ സുതനോ മാനഹാനി തവ വരുത്തുവാനോ ഹസ്തഗതം തവ വിദ്ധി മനീഷിത മുക്തമിതം മമ സത്യമദാനി. ഇവിടെ ഹംസം അരയന്നം പറയാണ്, സുന്ദരിയും മനോഹരിയായിട്ടുള്ള, നിന്നെ കാണാൻ വളരെ മനോഹരിയാണ്, സുന്ദരിയാണ്. ഇങ്ങനെ സുന്ദരിയും അതുപോലെ തന്നെ ദമന്റെ സഹോദരിയുമായിട്ട് നിനക്ക് ആരിലാണോ മനസ്സിൽ താല്പര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ആ പുരുഷന്റെ ജാതകം ഭൂമിയിൽ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് ഹംസം പറയാണ്. അതുപോലെ തന്നെ പറയാണ്, സുന്ദരിയായിട്ടുള്ള നീ നാണം കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കുകയോ പറയാൻ മടിക്കുകയോ ചെയ്യരുത്. നിന്റെ മനസ്സിൽ ഇഷ്ടം നാണം കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ പറയാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറയാണ്. വീണ്ടും ഹംസം പറയാണ്, സുന്ദരിയായിട്ടുള്ള നിനക്ക് സഹായത്തിന് എപ്പോഴും ഞാനുണ്ട്, നിനക്ക് ഒരു അപമാനവും ഞാൻ വരുത്തിയില്ല, അതുപോലെ തന്നെ നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും, നിന്റെ ആഗ്രഹം സാധിച്ചു തരട്ടെ നീ കരുതുക, എന്റെ വാക്കുകൾ സത്യമുള്ളതാണ് എന്ന് ഹംസം ദമയന്തിയോട് പറയാണ്. തുടർന്ന് ദമയന്തി പറയുന്ന കാര്യങ്ങളാണ്. ഭൈമി പറയുകയാണ്, അരയന്ന മന്നവ നിന്നോട് എന്തിഹ ഞാൻ പറവൂ കുല കന്യകമാരാൽ ഹൃദി ഗൂഹനീയം വസ്തു പറയാമോ പേർത്തു പേർത്തു ജനകീർത്യമാന നള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവനുടൽ കൂർത്തുമൂർത്തങ്കജ അസ്ത്രമേറ്റ് നേർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ. ദമയന്തി ഹംസത്തോട് ചോദിക്കാണ്, അരയന്ന ശ്രേഷ്ഠ അങ്ങയോട് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്ന് ചോദിക്കാണ്. ശേഷം പറയാണ്, ഈ ഇങ്ങനെയുള്ള കുലകന്യകമാരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്നും കൂടെ അരയന്നത്തോട് ദമയന്തി ചോദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയാണ്, ഇങ്ങനെ ഈ ജനങ്ങളൊക്കെ നളനെ കുറിച്ചുള്ള കീർത്തികൾ ഇങ്ങനെ വാഴ്ത്തി കേൾക്കുകയാണ്. നളന്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് നളന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ കീർത്തിക്ക് ഞാൻ കേൾക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന ഇങ്ങനെ ഈ നള മഹാരാജാവിന്റെ സൽകീർത്തികളെ ഞാൻ വീണ്ടും 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 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ട് കൂർത്തുമൂർത്ത ഇങ്ങനെ കാമ അസ്ത്രമേറ്റിട്ട് എൻ്റെ ശരീരം എലിയുകയും ഞാനിങ്ങനെ നെടുവേർപ്പെടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് ദമയന്തി ഹംസത്തോട് പറയാണ്. ഇത് കേട്ടിട്ട് ഹംസം തിരിച്ച് ദമയന്തിയോട് പറയാണ്, ഉള്ളത് ചൊന്നതിൽ എന്നാൽ അന്യോന്യം നവ പല്ലവ തുല്യാങ്കി തവ കല്യാണം നല്ലത് നല്ലതിനോടെ ചേരണം തവ വല്ലഭനവരൻ തുല്യൻ നഹി നൂനം മേഘവാഹനനേക്കാൾ ബലവാൻ മോഹനാങ്കനൻ അതിഗുണവാൻ കമനി രത്ന കനകങ്ങളുടെ ഘടനയെ ഘടന നിങ്ങളുടെ വിഷ്ണു രമയ്ക്കും നിശയ്ക്ക് ശശാങ്കനും ഉമയ്ക്ക് ഹരൻ നളനോർക്കിൽ നിനക്കും. ദമയന്തിയുടെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഹംസം ഈ നളനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിലുള്ള ചേർച്ചയെക്കുറിച്ച് ഈ ഹംസം പറയാണ്. അതായത് ഹംസം പറയാണ്, നീ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിനക്ക് തികഞ്ഞ നല്ല ശ്രേയസ് ഐശ്വര്യം നിനക്ക് ഉണ്ടാകുമെന്ന് ഹംസം ദമയന്തിയോട് പറയാണ്. അതിനുശേഷം ഹംസം പറയാണ്, നല്ലത് നല്ലതിനോടാണ് ചേരേണ്ടത്. അപ്പൊ നിനക്ക് അനുയോജ്യനായിട്ടുള്ള വേറൊരു വരനില്ല, നളൻ തന്നെയാണ് നിനക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വരൻ എന്ന് ഹംസം പറയാണ്. അതുപോലെ തന്നെ പറയാണ്, ദേവേന്ദ്രനേക്കാൾ ബലവാനും അതിസുന്ദരനുമാണ് നളൻ. അതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള ചേർച്ചകൾ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഇവിടെ ഹംസം പറയാണ്. അതായത് സ്വർണവും രത്നവും തമ്മിൽ യോജിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ, നളനും ദമയന്തിയും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. സ്വർണവും രത്നവും ചേരുന്ന പോലെ തന്നെ മനോഹരമായിരിക്കുന്ന പറയാണ്. അതുപോലെ തന്നെ വിഷ്ണു മഹാലക്ഷ്മിക്ക് സ്വന്തമായതുപോലെ തന്നെ ചന്ദ്രൻ രാത്രിക്ക് സ്വന്തമായിട്ടുള്ളതുപോലെ തന്നെ ശിവൻ പാർവതിക്ക് സ്വന്തമായിട്ടുള്ളതുപോലെ തന്നെ നളനും ദമയന്തിയും തമ്മിലാണ് ചേർച്ച എന്ന് ഹംസം ദമയന്തിയോട് പറയാണ്. തുടർന്ന് ദമയന്തി ഹംസത്തോട് പറയാണ്, നാളിൽ നാളിൽ വരും ആദിമൂലം ഇതം ആളിമാരോടും ഇതം അനുദിത പൂർവം കാലമേ ചെന്നു നീ മരാള പറക നരപാലനോടെല്ലാം പ്രതിപാലിത അവസരം.
ദമയന്തി പറയാണ് ഇങ്ങനെ നളനെക്കുറിച്ചുള്ള ചിന്തകൾ, നളന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിട്ട് ഇങ്ങനെ നളനെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച്, നളനെക്കുറിച്ച് ഓർത്ത് വർദ്ധിച്ചു വരുന്ന സങ്കടം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കടം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതുവരെ കാണാനോ ഒരുമിക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. ആ സങ്കടം ഞാൻ തോഴിമാരോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹംസശ്രേഷ്ഠ, നീ അത് ഒട്ടും താമസിക്കാതെ തന്നെ നളന്റെ അടുത്ത് ചെന്നിട്ട് സമയം കിട്ടുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നളന്റെ അടുത്ത് പറയണേ എന്ന് ദമയന്തി ഹംസത്തോട് പറയാണ്. തുടർന്ന് ഹംസം ദമയന്തിയോട് പറയാണ്, ചെന്നിതു പറവൻ നൃപനോടഭിലാഷം, എന്നാൽ നിന്നിലുമുണ്ട് അവനും പരിദോഷം. അന്യനിലയിത്തേ വരുമോ സന്തോഷം, എന്നാൽ മന്നവനുണ്ടാം എന്നിൽ ബഹുരോഷം. താതനൊരു വരന് കൊടുക്കും നിന്നെ, പ്രീതി നിനക്കുമുണ്ടാം അവനിൽ തന്നെ. വിപലമെന്നു പറയുന്നതെല്ലാം ചപലനെന്നു പുനരെന്നെ ചൊല്ലാം. ഇത്തമനർത്ഥം ഉദിത്വരമാം, അതിനുത്തരമോതുക സത്വരമിപ്പോൾ. ഇവിടെ ഹംസത്തിന്റെ വാക്കുകളിലൂടെ ഹംസം ദമയന്തിക്ക് നളനോടുള്ള പ്രണയത്തിന്റെ ആഴം പരീക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സംസാരമാണ് ഹംസം ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഹംസം പറയാണ്, നളനോട് നിനക്ക് സ്നേഹം, ഇഷ്ടം, പ്രേമമൊക്കെ ഉണ്ട്. ആ കാര്യം ഞാൻ നളന്റെ അടുക്കൽ എന്തായാലും അറിയിക്കാം. അപ്പൊ അദ്ദേഹത്തിന്, ഈ നളന് നിന്നോടും അതിയായിട്ടുള്ള സ്നേഹവും ആഗ്രഹവും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യവും എനിക്കറിയാം. ഇനി അതിനുശേഷം ചോദിക്കാണ്, നിനക്ക് ഇനി മറ്റൊരു പുരുഷനില് താല്പര്യമുണ്ടാകുമോ, ഇഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നളന് എന്നോട് വർദ്ധിച്ച കോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിന്റെ പിതാവ് നിന്നെ വേറൊരു പുരുഷനെ വിവാഹം ചെയ്ത് കൊടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ ആർക്കാണോ നിന്നെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവനെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ ആവുകയും ഇത് അറിയുന്ന ആളുകളെല്ലാം എന്നെ ചപലൻ എന്ന് വിളിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അനർത്ഥം മേലിൽ ഉണ്ടാകരുത്. നീ നളനെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നളനെ മാത്രമേ ഇഷ്ടപ്പെടാൻ വേണ്ടി പാടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദമയന്തിക്ക് നളനോടുള്ള പ്രേമത്തെക്കുറിച്ച് ഇവിടെ ഹംസം ചോദിച്ചറിയുകയാണ്. അപ്പൊ അതിനെ തുടർന്ന് ദമയന്തി പറയുന്ന വാക്കുകൾ: ഹന്ത ഹംസമേ ചിന്തയെന്തുതേ, എന്നുടെ ഹൃദയം അന്യനിലാമോ. അർണവം തന്നിലല്ലോ നിമ്നനക ചേർന്നു ന്യായം, അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ. ഇവിടെ ദമയന്തി വളരെ വിഷമത്തോടു കൂടെ തന്നെ ഹംസത്തോട് പറയാണ്, ഹംസശ്രേഷ്ഠ, അങ്ങ് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ ഹൃദയം മറ്റൊരുവനിൽ ചേരുമോ എന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാണ്. എന്നിട്ടൊരു ഉപമയും കൂടെ പറയുന്നുണ്ട്. നദി ചേരേണ്ടത് സാഗരത്തിലാണ്, അതിന് തടസ്സം നിൽക്കാൻ കുന്ന് ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് പറയാണ്. അതായത് ദമയന്തി പറയാണ്, ഞാൻ ചേരേണ്ടത് നളനിലാണ്, അതുകൊണ്ട് അതിന് തടസ്സം ഒന്നും നിൽക്കുകയില്ല എന്നും കൂടെ ദമയന്തി പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.